ജിമ്മിന് പോവും, വർക്ക്ഔട്ട് ചെയ്യും. കാരണം എന്റെ ഹസ്ബൻഡിന് തടിക്കണമെന്ന് തീരെ ഇഷ്ടമല്ല. അപ്പൊ ആളെപ്പോഴും എന്നെ കണ്ട ആള് പറയും ഹാത്തി ഹാത്തി. ഞാൻ മെലിഞ്ഞിട്ടാ, എന്നാലും ആള് പറയും ഹാത്തി ഹാത്തി പറയും. അപ്പം പറയണം പെൺകുട്ടികളൊക്കെ ഒന്ന് കാണണമെന്ന് പറയണം. ആൾക്ക് മെലിഞ്ഞതൊക്കെ അറിയുള്ളൂ. അപ്പം ആൾക്ക് ഓഹോ ഹാത്തിയാണല്ലേ, അപ്പൊ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ ആണ്. ആൾക്ക് ഒരു ലൈഫിൽ ഒരു എന്താ പറയാ, ഒരു സിസ്റ്റമാറ്റിക് ലൈഫാണ് ആളുള്ളത്. എന്ത് സംഭവിച്ചാലും ആള് രാവിലെ എണീക്കും, ആള് ജിമ്മിന് പോകും, ആള് വിളക്ക് കത്തിക്കും. ആളുടെ ലൈഫ് അങ്ങനെ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാവില്ല. നമുക്ക് അങ്ങനല്ല. നമ്മളിപ്പോ തലേന്ന് ലേറ്റ് ആയി കടന്നാൽ നമ്മൾ എണീക്കൊന്നുമില്ല, ഇല്ല. ഞാനൊന്നും എഴുന്നേക്കാറില്ല. അല്ല, ഞാൻ എണീക്കും. പിന്നെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇന്ന് കുറച്ച് വിഷമല്ലെന്ന് എണീക്കണ്ട, അങ്ങനെയൊക്കെ. പക്ഷെ ആളങ്ങനെയല്ല. ആളുടെ കൂടെ കൂടിയിട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പൊ കുട്ടികൾക്കാണെങ്കിൽ അവരുടെ സ്ഥിതിയോ തന്നെ, അവർക്കും ഇഷ്ടമില്ല ഉറങ്ങണം എന്നാണ്. പക്ഷെ ആൾക്ക് നിർബന്ധമാണ് എണീക്കണം എന്നൊക്കെ ഉള്ളത്. പാവ കുഞ്ഞതിനെ അങ്ങനെ തന്നെയാണോ? ചെറിയ അതെ, അത് ചെറുതാവുമ്പോ മുതൽ ആൾ അങ്ങനെ ട്രെയിൻ ചെയ്യാം. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, ഇതെന്തൊരു മനുഷ്യനാണ് കുന്താന്നൊക്കെ. കഴിച്ചല്ലേ, ഇപ്പൊ ഇതൊന്നും അറിയില്ലായിരുന്നോ? അതൊന്നും നമ്മൾ കിടന്നെണീക്കുന്നൊന്നും നമ്മൾ പ്രേമിക്കുമ്പോ അറിയില്ലല്ലോ. അതൊന്നും ഏതെങ്കിലും പ്രേമിക്കുന്ന കുട്ടി ചോദിക്കും നീ എത്ര മണിക്ക് എണീക്കാന്ന് ചോദിക്കില്ല. അത് നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. ഇതെല്ലാവർക്കും ഒരു പാടായിക്കോട്ടെ. പ്രേമിക്കുമ്പോ ചോദിക്കണം എത്ര മണിക്ക് എണീക്കും, എത്ര മണിക്ക്. പക്ഷെ അല്ല, ഞാൻ അങ്ങനെ ഒരു ക്യാരക്ടറാ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസമൊന്നും അല്ല, രാവിലെ എണീച്ച് കുളിച്ച് വിളക്കത്തിച്ച് അങ്ങനെ ഒരു ശീലം ഉണ്ട് എനിക്ക്. അപ്പം അയാളിലും അങ്ങനെ ഒരു ശീലം കണ്ടപ്പോ ഞാൻ വിചാരിച്ചോ ഇത് തന്നെ എന്റെ ഭർത്താവ്. പക്ഷെ ഞാൻ വിചാരിച്ചില്ല ഒരു ദിവസം പോലും ആളത് മാറ്റൂലെന്ന്. നമ്മൾ മാറ്റും. സാറ്റർഡേ നമ്മൾ വിചാരിക്കും വേണ്ട ഇന്നിപ്പോ ചിലപ്പോ വിളക്ക് എത്തിക്കണ്ട, ഒന്ന് എണീക്കണ്ട, അങ്ങനെയൊക്കെ വിചാരിക്കില്ലേ. ആൾക്ക് അങ്ങനെ നടക്കില്ല അല്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ അതായിട്ട് യൂസ്ഡ് ആയി. ഇപ്പൊ എന്റെ കുട്ടികൾക്ക് പറയുന്നുണ്ട് അച്ഛൻ അമ്മയ്ക്ക് ഇങ്ങനെ ഒന്ന് മാറിക്കൂടെ, ഞാൻ മോളെ തായി പോയതാ, ഇനി ചെയ്യാൻ പറ്റൂലോ ഒന്ന്. ഇപ്പൊ ഈ പറക്കും തളിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതേ വിശ്വാസം പറക്കും തളി ചെയ്യുമ്പോ ഒന്നും അറിയില്ലല്ലോ, 16 വയസ്സല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു വിശ്വാസം ഉണ്ടാവില്ല. നമുക്കറിയാം ഏകദേശം അത് ഒരു വിശ്വാസം ഉണ്ടാവും, ഇത് ആൾക്കാരിലേക്ക് പോകും. പക്ഷെ എന്നെ സ്വീകരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം ഞാൻ എല്ലാവരോടും പറഞ്ഞത് ഞാൻ ദിലീപേട്ടൻ നായിക്കാൻ പോവാണ്, ശരി അപ്പൊ സ്ക്രീനിൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാ വന്നത്. പിന്നെ മാക്സിമം എല്ലാരും ഫോൺ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഞാൻ വന്നേ. പക്ഷെ ഇവിടെ വന്നിട്ടാണ് കറുപ്പ് വേഷം. ഞാൻ പറഞ്ഞു ഈശ്വര പേര് പോയില്ലേ, പേരെ മുഴുവൻ അറിയിച്ചു. ഇനിയിപ്പോ ഇതാണ് അവര് കാണാൻ പോകുന്നത്. നിത്യക്ക് പ്രേതത്തിൽ ഇപ്പൊ പള്ളിമണി എന്നൊരു സിനിമയിൽ അഭിനയിച്ചതുകൊണ്ട് ചോദിക്കുക, പ്രേതത്തിൽ വിശ്വാസം ഉണ്ടോ? ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? എനിക്ക് വിശ്വാസമുണ്ട്. അപ്പൊ പിന്നെ പ്രേതത്തിന് നമ്മൾ കുറച്ചൊക്കെ വിശ്വസിക്കണം. പക്ഷെ പ്രേതങ്ങൾക്ക് ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവാൻ ഉറപ്പാണ്. പക്ഷെ പ്രേതങ്ങൾക്ക് പോസിറ്റീവ് ഉണ്ടോ? അങ്ങനെയല്ല, ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും. പക്ഷെ പ്രേതം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനൊരു ശരീരം വേണ്ടേ സഞ്ചരിക്കാൻ, അങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മൾക്ക് ഒരു ആത്മാവാണ്. ഒരു പക്ഷെ ആ ആത്മാവിന് അങ്ങോട്ട് പോവാൻ പറ്റിയിട്ടില്ല വെച്ചെങ്കിൽ അതിവിടെ അലയുന്നൊക്കെ ഉണ്ടാവുമായിരിക്കാം. അതിനൊരു പ്രസൻസ്. ഇപ്പൊ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമുക്കൊരു വിശ്വാസം ഉണ്ട്. അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ട് ഉള്ളൂ. അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ടോ? ജീവിതത്തിൽ ദൈവം സഹായിച്ചിട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ ചോദിച്ചിട്ട് ഉണ്ടാക്കണ്ട.